ഇന്ന് സയൻസുമായി ബന്ധപ്പെട്ട് LP-UP ഇന്റർവ്യൂവിന് ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ചാക്രികാരോഹണ രീതി? ധാരണകൾ വിപുലീകരിച്ചുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുകയും അറിവിന്റെ ഉയർന്ന പടവുകളിലേക്ക് കയറുകയും ചെയ്യാൻ സഹായിക്കുന്ന രീതിയാണ് ചാക്രികാരോഹണ രീതി. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ജെറോം എസ് ബ്രൂണർ ആണ്. അടുത്തത്, എങ്ങനെയുള്ളതായിരിക്കണം ശാസ്ത്ര പഠനാന്തരീക്ഷം? ചോദ്യങ്ങൾ ഉന്നയിക്കാനും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടാനും വാദഗതികൾ നിരത്താനും സ്വന്തം നിഗമനങ്ങൾ അവതരിപ്പിക്കാനുമൊക്കെ പ്രചോദിപ്പിക്കുന്ന ഒരു വൈകാരിക അന്തരീക്ഷം ഉണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾ തമ്മിലും വിദ്യാർത്ഥികളും അധ്യാപകനും തമ്മിലും പരസ്പരം ആശയവിനിമയം നിരന്തരം നടത്തേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിലെ പഠന പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുന്ന തരത്തിലുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷം ആയിരിക്കണം സ്കൂളുകളിൽ നൽകേണ്ടത്. എന്താണ് ശാസ്ത്ര ലാബ്? പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും ഉപകരണങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത് കൈകാര്യം ചെയ്യാനുമുള്ള അവസരം ഒരുക്കുന്ന ഒരിടം. ശാസ്ത്രം അനുഭവവേദ്യമായി അഭ്യസിക്കുക എന്ന ശാസ്ത്ര പഠന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഉതകുന്നതായിരിക്കണം ശാസ്ത്ര ലാബുകൾ. ലാബ് ഉപയോഗം, പൊതുനിർദ്ദേശങ്ങൾ: ധാരാളം വായു സഞ്ചാരവും പ്രകാശവുമുള്ള ഒരു മുറിയായിരിക്കണം. രാസവസ്തുക്കൾ സൂക്ഷിക്കാൻ ഇരുമ്പലമാര ഉപയോഗിക്കരുത്. രാസവസ്തുക്കൾ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ലവണങ്ങൾ എടുക്കുവാൻ സ്പാച്ചുല ഉപയോഗിക്കുക. ആവശ്യത്തിൽ കൂടുതൽ എടുത്ത രാസവസ്തുക്കൾ ഒരിക്കലും തിരിച്ച് ബോട്ടിലേക്ക് ഒഴിക്കരുത്. വാഷ് ബേസിൻ ഉറപ്പിക്കേണ്ടത് രാസവസ്തുക്കൾ വച്ചിരിക്കുന്ന അലമാരയുടെ തൊട്ടടുത്തായിരിക്കണം. ഗാഢ ആസിഡുകൾ നേർപ്പിക്കുമ്പോൾ ഒരിക്കലും ആസിഡിലേക്ക് ജലം ഒഴിക്കരുത്. ടെസ്റ്റ് ട്യൂബ് മുഖത്തിനു നേരെ പിടിച്ച് ഒരിക്കലും ചൂടാക്കരുത്. ചൂടുള്ള ആസിഡ് ഒരിക്കലും നേരിട്ട് വാഷ് ബേസിനിൽ ഒഴിക്കുകയും ചെയ്യരുത്. രാസവസ്തുക്കൾ പലതും ശരീരത്തിൽ തട്ടിയാൽ ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നവയാണ്. പരീക്ഷണങ്ങൾ കഴിഞ്ഞ് മേശ വൃത്തിയാക്കുകയും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുകയും വേണം. അടുത്തത്, ഹെർബേറിയം. സസ്യഭാഗങ്ങൾ ശേഖരിച്ച് സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഇടത്തെയാണ് ഹെർബേറിയം എന്നറിയപ്പെടുന്നത്. സാധാരണയായി ഉണക്കിയ സസ്യഭാഗങ്ങൾ ഏതെങ്കിലും ഷീറ്റിൽ ഉറപ്പിച്ചോ ആൽക്കഹോളിലോ മറ്റ് ലായനികളിലോ കേടുകൂടാതെ സൂക്ഷിച്ചോ ആയിരിക്കും ഇവ സംരക്ഷിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ടതാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. ജീവികൾക്കിടയിലുള്ള വ്യത്യസ്തതകളും പാരിസ്ഥിതികമായ സങ്കീർണതകളും കൂടിച്ചേർന്നതാണ് ജൈവ വൈവിധ്യം. കുട്ടികളുടെ പഠനത്തിന് ഇത്തരം വിഭവങ്ങൾ ആവശ്യമാണ്. വ്യത്യസ്ത തരം ഉദ്യാനങ്ങൾ, പച്ചക്കറിത്തോട്ടം, പൂന്തോട്ടം, ശലഭോദ്യാനം എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ശാസ്ത്ര കിറ്റുകൾ. ശാസ്ത്ര പരീക്ഷണങ്ങൾ സ്വയം ചെയ്തു നോക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനും ആവശ്യമായ സാമഗ്രികളുടെ ശേഖരത്തെയാണ് ശാസ്ത്ര കിറ്റുകൾ എന്ന് പറയുന്നത്. സയൻസ് കിറ്റിലേക്ക് വേണ്ട പ്രധാന സാമഗ്രികൾ: കത്രിക, മെഴുകുതിരി, സ്കെച്ച് പെൻ, സ്കെയിൽ, തീപ്പെട്ടി, പഞ്ഞി, സെലോ ടേപ്പ്, പശ, ചെറിയ സ്പൂണുകൾ, ചുണ്ണാമ്പ്, തെർമോക്കോൾ, കാർഡ്ബോർഡ് മുതലായവ സയൻസ് കിറ്റിലേക്ക് ആവശ്യമായ സാമഗ്രികളാണ്. പഠനോപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തത, ക്ലാരിറ്റി; ലാളിത്യം, സിംപ്ലിസിറ്റി; സാങ്കത്യം അഥവാ പ്രസക്തി, റെലവൻസി; സുവ്യക്തത, സ്പെസിഫിസിറ്റി; ദൃശ്യത, വിസിബിലിറ്റി; പ്രായോഗികത, പ്രാക്ടിക്കാലിറ്റി. പഠനോപകരണങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ: കുട്ടികളിൽ താല്പര്യം ജനിപ്പിക്കുന്നതായിരിക്കണം. കുട്ടികളുടെ കായികമായതോ മനഃശാസ്ത്രപരമായതോ ബുദ്ധിപരമായതോ സാമൂഹിക വികാസപരമായതോ ആയ വളർച്ചയ്ക്ക് അനുയോജ്യമായിരിക്കണം. അധ്യാപിക പഠനോപകരണം ഉപയോഗിക്കുന്നതിന് പ്രാവീണ്യം നേടിയിരിക്കണം. ആവശ്യത്തിന് വലിപ്പമുള്ളതും വ്യക്തതയുള്ളതും ആകർഷകവുമായിരിക്കണം. ഒരു ശാസ്ത്ര അധ്യാപികയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശാസ്ത്ര വിഷയ പരിജ്ഞാനം, ശാസ്ത്രീയ മനോഭാവം അഥവാ സയന്റിഫിക് ടെമ്പർ, ശാസ്ത്ര പഠനത്തിൻ്റെ മനഃശാസ്ത്രപരമായ ധാരണകൾ, ആശയവിനിമയ ശേഷി, ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും പരീക്ഷണം ചെയ്യാനുമുള്ള കഴിവ്, ശാസ്ത്ര ലാബ്, ശാസ്ത്ര ലൈബ്രറി എന്നിവ ക്രമീകരിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ്, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ തേടൽ, ശാസ്ത്ര കിറ്റ് വികസിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവ് തുടങ്ങിയവയാണ്. ശാസ്ത്ര പഠന സമീപനങ്ങൾ: ജ്ഞാനനിർമ്മിതി സമീപനം, അന്വേഷണാത്മക സമീപനം, അനുഭവാധിഷ്ഠിത സമീപനം, സംവാദാത്മക സമീപനം, സഹവർത്തിത പഠന സമീപനം, പ്രശ്നപരിഹരണ സമീപനം, ആശയഭൂപടം, സ്വയം പഠനം എന്നിവ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.